തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തി ലിറ്റിൽ ഫ്ലവർ ദേവാലയം, വട്ടിയൂർക്കാവ്. ബൈബിൾ പാരായണ മാസത്തോടനുബന്ധിച്ച് ഇടവകയിൽ സമ്പൂർണ്ണ ബൈബിൾ വായന വട്ടിയൂർക്കാവ് ലിറ്റിൽ ഫ്ലവർ ഇടവക സംഘടിപ്പിച്ചു. ബൈബിളിലെ 73 പുസ്തകങ്ങളും 100 ഭാഗങ്ങളായി തിരിച്ച് ഇടവകയിലെ 100 വിശ്വാസികൾ ഒരേ സമയം അവർക്ക് നൽകപ്പെട്ട വചനഭാഗങ്ങൾ വായിക്കുകയായിരുന്നു. കുട്ടികൾ, യുവതി യുവാക്കൾ, മുതിർന്നവർ എന്നീ വിവിധ തലത്തിലുള്ളവർ സമ്പൂർണ്ണ ബൈബിൾ പാരായണ യജ്ഞത്തിൽ പങ്കുകാരായി. വിശ്വാസ വളർച്ചയിൽ ദേവാലയവുമായി ചേർന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി ഇരവി പുത്തൻതുറ ഇടവക. ആധുനിക സമൂഹത്തിൽ പുതിയ തലമുറ വിശ്വാസ വളർച്ചയിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന പരാതി പരക്കെ കേൾക്കുമ്പോഴും അതിനു വിരുദ്ധമായി ആശാവഹമായ കാര്യങ്ങളും നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് തൂത്തൂർ ഫെറോനയിലെ ഇരവി പുത്തൻതുറയിൽ നിന്നും വരുന്ന വാർത്ത. ഇടവകയിലെ വിവിധ സമിതികളിൽ ഉൾപ്പെട്ട കുട്ടികൾ ദേവാലയവുമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ വളർച്ച കൈവരിക്കുന്നു. അതിനാവശ്യമായ പ്രോത്സാഹനവുമായി ഇടവക വികാരിയും ഇടവക നേതൃത്വവും. അനുദിന ദിവ്യബലിയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുക, എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന ബൈബിൾ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുക, വിശ്വാസപരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക, പള്ളിയും പരിസരവും സെമിത്തേരിയും വൃത്തിയാക്കുക എന്നിവയാണ് 1 മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾ ചെയ്തു വരുന്നത്. 2024 വർഷത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച 51 കുട്ടികളിൽ 41 പേർക്ക് ഇടവക സൈക്കിളുകൾ വിതരണം ചെയ്തു. ബാക്കിയുള്ളവരെ മെമന്റോ നൽകി ആദരിച്ചു. ഇടവക നൽകുന്ന ഈ പ്രോത്സാഹനങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്ക് വിശ്വാസ വളർച്ച കൈവരിക്കുവാനും ദേവാലയവുമായി ചേർന്ന് നിൽക്കുവാനും പ്രചോദനമാകുമെന്ന് ഇതിന് നേതൃത്വം നൽകിയ ഫാദർ രജീഷ് ബാബു പറഞ്ഞു. പുല്ലുവിള ഫെറോന പ്രവാസികാര്യ കമ്മീഷൻ പ്രവാസി ദിനം ആചരിച്ചു. പുല്ലുവിള ഫെറോന പ്രവാസികാര്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രവാസി ദിനം ആചരിച്ചു. പുതിയതുറ സെയിന്റ് നിക്കോളാസ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ദിനാചരണ പരിപാടികൾ അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. പുല്ലുവിള ഫെറോന സാമൂഹ്യ ശുശ്രൂഷ കോർഡിനേറ്റർ ഫാദർ തദേവൂസ് അരുളപ്പൻ അധ്യക്ഷത വഹിച്ചു. 2023-24 കാലയളവിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവാസികാര്യ കമ്മീഷൻ അംഗങ്ങളെ ഫെറോന തലത്തിൽ ആദരിച്ചു. ബൈബിൾ വചനങ്ങൾ പകർത്തിയെഴുതി പുതുക്കുറിച്ചി ഇടവക മതബോധന സമിതി. പുതുക്കുറിച്ചി ഇടവകയിലെ മതബോധന സമിതി അംഗങ്ങൾ ബൈബിൾ വചനങ്ങൾ പകർത്തിയെഴുതി. വിവിധ പ്രായത്തിലുള്ള 43 അംഗങ്ങൾ 1ാം ഘട്ടത്തിൽ ബൈബിളിലെ സുവിശേഷങ്ങളാണ് വചനങ്ങൾ പകർത്തിയെഴുതുന്നതിന് തെരഞ്ഞെടുത്തത്. പ്രാരംഭഘട്ടം പൂർത്തിയാക്കി ക്രിസ്തുമസ് ദിനത്തിലെ പാതിരാ ദിവ്യബലിയിൽ ഇടവക വികാരി ഫാദർ ഇഗ്നാസി രാജശേഖരൻ പ്രകാശനം ചെയ്തു. പുതുക്കുറിച്ചി ഇടവകയിൽ നോയൽ എക്സ്പോ 2മായി മതബോധന സമിതിയുടെ ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധ നേടി. പുതുക്കുറിച്ചി ഇടവകയിൽ കുട്ടികളിൽ വിശ്വാസ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നടന്ന നോയൽ എക്സ്പോ 2 ശ്രദ്ധ നേടി. തിരുവചനത്തെ കൂടുതൽ അറിയുവാനും അത് പിന്തുടരുവാനും സഹായിക്കുന്ന ബൈബിൾ അധിഷ്ഠിത എക്സിബിഷനാണ് നോയൽ എക്സ്പോ 2. ഇത് ഒരുക്കിയവർക്കും കാഴ്ചക്കാരായി എത്തിയവർക്കും വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടണമെന്ന ബോധ്യമേകി. അതോടൊപ്പം കുട്ടികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ കഥ, കവിത, ഉണ്ണിയേശുവിനൊരു കത്ത് എന്നിവയും സംഘടിപ്പിച്ചു. മികവ് പുലർത്തിയ രചനകൾക്ക് സമ്മാനങ്ങൾ നൽകി. വിശുദ്ധരുടെ ജീവിതം കൂടുതൽ അറിയാൻ വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികൾ അണിനിരന്നതും വിശുദ്ധരുടെ ജീവിത വിവരണങ്ങൾ നൽകിയതും ആത്മീയാനുഭവം ഏവർക്കും പ്രദാനം ചെയ്തു. കുടുംബ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ തിരുക്കുടുംബ തിരുനാൾ ആഘോഷിച്ചു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ കുടുംബ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ തിരുക്കുടുംബ തിരുനാൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഗോള സഭയിൽ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുന്നത്. 2024 ഡിസംബർ 29 ഞായറാഴ്ച നടന്ന ദിവ്യബലിയോടുകൂടിയാണ് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധ പരിപാടികളോടെ തിരുനാൾ ആഘോഷം നടന്നത്. ഇടവകകളിൽ 25-50 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ജൂബിലി ദമ്പതികളെയും മുതിർന്ന ദമ്പതികളെയും ആദരിച്ചും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ നൽകിയും കുടുംബങ്ങൾക്ക് തിരുക്കുടുംബത്തിന്റെ ചിത്രങ്ങൾ വിതരണം ചെയ്തും ഇടവകകൾ തിരുക്കുടുംബത്തിന്റെ തിരുനാളാഘോഷം അർത്ഥവത്താക്കി. 4 മണിക്കൂറിൽ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി വിഴിഞ്ഞം ഇടവക. ലാ സാന്ത ബിബ്ലിയ 2024 എന്ന പേരിൽ നടത്തിയ ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന പരിപാടിയിലാണ് 900 പേർ 4 മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയത്. ഈ സംരംഭത്തിൽ ഇടവകയിലെ എല്ലാ പ്രാദേശികത്തിൽ നിന്നും വിവിധ പ്രായത്തിലുള്ള സ്ത്രീ പുരുഷ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മതബോധന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടി 2024 ഡിസംബർ മാസമാണ് നടന്നത്.
ദൈവമായ വചനം മനുഷ്യനായതിൻ്റെ മഹോത്സവമായ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ മാസം ജീവിതം വചനാത്സൃതമാകണമെന്ന ഓർമ്മപ്പെടുത്തലായി മാറി ലാ സാന്ത ബിബ്ലിയ 2024. എഴുതി പൂർത്തിയാക്കിയ ബൈബിളിൻ്റെ പ്രകാശന കർമ്മം ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ സിന്ധുയാത്രാ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ദിവ്യബലി മധ്യേ തോമസ് ജെ നെറ്റോ മെത്രാപ്പോലീത്ത പ്രകാശനം ചെയ്ത് കയ്യൊപ്പ് പതിപ്പിച്ചു. കൂടാതെ ഇടവകയിലെ ഒരു കുടുംബത്തിലെ ജെന്നിഫർ കെന്നഡി, ജാസ്മിൻ കെന്നഡി എന്നിവർ പകർത്തി എഴുതിയ ബൈബിളുകളും അഭിവന്ദ്യ മെത്രാപ്പോലീത്ത പ്രകാശനം ചെയ്തു. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഛത്തീസ്ഗഡിലെ യുവജനങ്ങളെ സ്വീകരിച്ച് തിരുവനന്തപുരം ജീസസ് യൂത്ത്. 1997 കേരള ജീസസ് യൂത്ത് മുന്നേറ്റം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദിവാസി നഗര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കളെ ഒരുമിച്ച് കൊണ്ടുവരികയും തങ്ങളിലെ ക്രിസ്തീയ വിശ്വാസം പരിപോഷിച്ച് ആത്മീയ ജീവിതത്തിൽ വളർച്ച കൈവരിക്കുകയും സുവിശേഷവൽക്കരണത്തിൽ സഭയുടെ ഭാഗമായി മാറാൻ തങ്ങളെ തന്നെ ഒരുക്കുകയാണ് കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യം. 2024 ഡിസംബർ 13 ചാലക്കുടി ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 250ഓളം യുവജനങ്ങൾ 2 ദിവസത്തെ ഓറിയന്റേഷനിലും ഡിസംബർ 15 മുതൽ 20 വരെ ധ്യാനത്തിലും പങ്കെടുത്തു. തുടർന്ന് കേരളത്തിലെ വിവിധ ജീസസ് യൂത്ത് സോണുകൾ അവരുടെ മിഷൻ സ്ഥലങ്ങളിൽ നിന്ന് വന്ന യുവജനങ്ങളെ അവരുടെ സോണുകളിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം ജീസസ് യൂത്തിൻ്റെ മിഷൻ സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ 16 യുവജനങ്ങൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പുതിയതുറ ഇടവകയിൽ ഡിസംബർ 20 എത്തിച്ചേർന്നു. ഇടവക വികാരി റവറൻ ഡോക്ടർ ഗ്ലാഡിൻ അലക്സും സഹവികാരി റവറൻ ഫാദർ ഫ്രെഡി വർഗീസും ഇടവകയുടെ നാമത്തിൽ ഇവരെ സ്വാഗതം ചെയ്തു. കുന്നുപുറം ഇടവകയിൽ വചനമരം ഒരുക്കി ജൂബിലി വർഷാചരണത്തിന് തുടക്കം കുറിച്ചു. അജപാലന ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന ക്ലാസുകളിലെ കുട്ടികളുടെ സർഗവാസനകൾ വെളിപ്പെടുത്തുന്ന തരത്തിൽ വചന കാർഡുകൾ തയ്യാറാക്കിയാണ് വചനമരം ഒരുക്കിയത്. ദിവ്യബലി മധ്യേ കുട്ടികൾ പ്രദക്ഷിണമായി വന്ന് വചന കാർഡുകൾ വചനമരത്തിൽ സ്ഥാപിച്ചു. കുട്ടികൾ വചനവുമായി കൂടുതൽ അടുക്കുവാനും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിത മാതൃക അനുകരിക്കുകയുമാണ് ഈ പരിപാടി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഇടവക വികാരി ഫാദർ ഷാജു വില്യം പറഞ്ഞു. ജീവനും വെളിച്ചവും ക്രിസ്തുമസ് പുതുവത്സര പതിപ്പ് പുറത്തിറങ്ങി. അതിരൂപത പ്രസിദ്ധീകരണമായ ജീവനും വെളിച്ചവും മാസികയുടെ ക്രിസ്തുമസ് പുതുവത്സര പതിപ്പ് പുറത്തിറങ്ങി. വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ ആർച്ച് ബിഷപ്പ് തോമസ് ചെന്നറ്റോ പ്രകാശനം ചെയ്തു. ചീഫ് എഡിറ്റർ ഫാദർ വിജിൽ ജോർജ്, എഡിറ്റർ ബെർഗമൻ തോമസ്, ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്നിവർ നിർവഹിക്കുന്ന സതീഷ് ജോർജ്, ഓഫീസ് സ്റ്റാഫ് മനു എന്നിവർ സന്നിഹിതരായിരുന്നു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കരുണാനിവാസിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ റവറൻ ഫാദർ സൈറസ് ബി കളത്തിൽ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകി. ഗിൽഡ് പ്രസിഡന്റ് ജോയിയൽ, സെക്രട്ടറി ക്രിസ്റ്റബൽ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. ഗിൽഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കരോൾ ഗാനങ്ങൾ ആലപിച്ചും നൃത്തം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും കരുണാനിവാസിലെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷഭരിതമായ ക്രിസ്തുമസ് അനുഭവം ഒരുക്കി. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ കേൾവി സംസാര പരിമിതരുടെ ക്രിസ്തുമസ് സംഗമം നടത്തി. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ കീഴിലുള്ള എഫാത്ത ഫോറം കേൾവി സംസാര പരിമിതരുടെ ക്രിസ്തുമസ് സംഗമം നടത്തി. വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ നടന്ന സംഗമത്തിൽ ഇന്ത്യയിലെ ആദ്യ കേൾവി സംസാര പരിമിത വൈദികൻ ഫാദർ ജോസഫ് തെർമാടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആംഗ്യഭാഷയിൽ ദിവ്യബലി അർപ്പിച്ചു. അതിരൂപത കുടുംബ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയാസും അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിസും സഹകാർമ്മികരായി. പിള്ളക്കച്ച അഥവാ സ്നേഹത്തിന്റെ പുതപ്പ്. തെരുവിലെ ജീവിതങ്ങൾക്ക് കമ്പിളി പുതപ്പ് നൽകി നെല്ലിയോട് ഇടവകയിലെ യുവജനങ്ങൾ. നെല്ലിയോട് ഇടവകയിലെ യുവജനങ്ങൾ ഈ വർഷത്തെ ക്രിസ്തുമസിന് തെരുവിലെ ജീവിതങ്ങൾക്ക് സ്നേഹത്തിന്റെ പുതപ്പ് നൽകി അർത്ഥവത്തും അവസ്മരണീയവുമാക്കി. പിള്ളക്കച്ച എന്ന പേരിൽ നടന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരത്തിലെ തെരുവോരങ്ങളിൽ ഉറങ്ങുന്നവർക്ക് കമ്പിളി പുതപ്പുകൾ വിതരണം ചെയ്തു. ഇടവകയിലെ KCYM അംഗങ്ങൾ തമ്പാനൂർ, ചാക്ക, ഈഞ്ചക്കൽ, ശംഖുമുഖം എന്നിവിടങ്ങൾ സന്ദർശിച്ചാണ് പിള്ളക്കച്ച പരിപാടി പൂർത്തീകരിച്ചത്. ഇടവക വികാരി ഫാദർ വിജിൽ ജോർജ് യുവജനങ്ങളുടെ ഈ സത്കർമ്മത്തിന് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.